ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ നൈറ്റിയുടെയൊക്കെ നെക്ക് സ്റ്റിച്ച് ചെയ്യാതെ എങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന റെഡിമെയ്ഡ് നൈറ്റിയുടെ നെക്കൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ നല്ല ഫിനിഷിങ്ങിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. വെറും 30 രൂപ മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ നെക്ക് പാച്ചസ് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റിച്ചിങ് സാധനങ്ങളും കിട്ടുന്ന കടകളിൽ നമുക്കിത് അവൈലബിൾ ആണ്. 30, 40, 20 അങ്ങനെ പല വിലകളിലും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒന്ന് മേടിച്ച് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു നൈറ്റിയുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുമ്പോൾ ഇതുപോലെ പല ഷേപ്പിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ അതിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ബാക്കി എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. നമുക്ക് ഇത്രയും തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു 1/2 ഇഞ്ച് എടുത്തിട്ട് ബാക്കി മൊത്തത്തിൽ കട്ട് ചെയ്ത് മാറ്റാം. ഉള്ളിലും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ഇരിക്കുന്നത്. ഇനി ആ കർവ് വരുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമുക്ക് ഉള്ളിലേക്ക് അത് തയ്യൽ തുമ്പ് പോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ കർവ് വരുന്ന ഭാഗം മാത്രം ചെയ്തേച്ചാൽ മതി. താഴേക്ക് ഇത് സ്ക്വയർ പീസ് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. സ്ക്വയർ ആണെങ്കിലും വേറെ ഏത് ഷേപ്പ് ആണെങ്കിലും കുഴപ്പമില്ല. ഈ കർവ് വരുന്ന ഭാഗം വരുമ്പോൾ ഇങ്ങനെ പല പല കട്ടിങ്ങുകൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്, ഇത് നെക്കിലേക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ നൈറ്റിയുടെ തുണി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചീത്ത വശമാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്താൽ ഞാൻ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലാണ് നമുക്കത് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. എന്നിട്ട് അപ്പോൾ ആ നോച്ച് ഇട്ട് കൊടുത്ത ആ ഒരു പോയിൻറ്റിൽ നിന്ന് നേരെ താഴേക്ക് ഒന്ന് സ്ട്രെയിറ്റായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഈ പാച്ചസ് വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്ററിലും ഒന്ന് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ എളുപ്പം ഉണ്ടായിരിക്കും. കാരണം സെൻറ്ററും ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചെരിവ് വരില്ല. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്താണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ഈ പാച്ചസ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നൈറ്റിയുടെ ചീത്ത വശത്തോടു കൂടി നെക്ക് പാച്ചസിൻ്റെ നല്ല വശമാണ് ചേർത്ത് വയ്ക്കുന്നത്. അതായത് നെക്ക് പാച്ചസ് എടുത്തിട്ട് കമഴ്ത്തി വെക്കണമെന്നർത്ഥം. കമഴ്ത്തിയാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ മുകളിൽ കാണുന്നത് ചീത്ത വശമാണ് കേട്ടോ. എന്നിട്ട് ഞാൻ മാക്സിമം ഇറക്കി വെക്കുക കേട്ടോ. കഴുത്തിന് കുറച്ച് ലെങ്ത് വേണം, അതുകൊണ്ട് മാക്സിമം അങ്ങ് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഉള്ളിലുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് തിരിച്ച് വെക്കുന്നത്. പുറത്തേക്ക് തിരിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ചും കൂടെ അടിക്കണം. ആദ്യം നമുക്കൊന്ന് പതിച്ചടിക്കുക, എന്നിട്ട് നമുക്ക് സൈഡ് അടിക്കാം. ആദ്യം ആ അറ്റം ചേർന്നൊന്ന് പതിച്ചടിക്കാം. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണമെന്നൊന്നുമില്ല, അറ്റം ചേർന്നിട്ട് പതിച്ചടിച്ചാലും മതി. അങ്ങനെ മൊത്തത്തിൽ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡും കൂടെ ഒന്ന് അടിക്കണം. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ചല്ലേ ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്തേക്കണേ, ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തേക്കണേ. ആ ഒരു ബ്ലാക്ക് കളറുള്ള തുണിയുണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ഉള്ളിലേക്ക് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്തത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു നെക്ക് ഡിസൈനാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എന്നും തയ്ക്കുന്ന നൈറ്റിയിൽ നിന്നൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു നൈറ്റി വേണമെന്നുള്ളവർ ഈ രീതി ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഒന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.